ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെ ഒരു വെള്ളയപ്പങ്ങാടിയൊക്കെ ഉണ്ട്, പുത്തമ്പള്ളിയുടെയൊക്കെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റാണ് അവരുടെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ അത്രയ്ക്ക് എത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ രുചികരമായ രീതിയിൽ നമുക്ക് എങ്ങനെ അപ്പം ഉണ്ടാക്കാം, അതും വളരെ എളുപ്പത്തിൽ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കൂടെ ഉണ്ടാവുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം 2 കപ്പ് അരിപ്പൊടി എടുക്കാം. 2 കപ്പ് എന്ന് പറയുന്നത്, 1 കപ്പ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അങ്ങനെ 2 കപ്പ് അരിപ്പൊടി. അതിന് മാവാക്കുന്നതിന് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് നാളികേരം എടുത്ത് അതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോറെടുക്കാം. അത് അല്പം വെള്ളം ചേർത്ത് അതും ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രമെടുത്ത് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരിപ്പൊടി കലക്കിയതും അതിലേക്ക് നാളികേരം അരച്ചതും അതുപോലെ ചോറ് അരച്ചതും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ അരച്ചെടുത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നാളെ രാവിലെയാണ് നമ്മൾ ഇത് എടുത്ത് അപ്പം ഉണ്ടാക്കുന്നത്. മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.